ഈയിടെയായിട്ട് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കൂടെ താമസിക്കുന്ന ആളുകൾ ടോക്സിക് പീപ്പിളാണെങ്കിൽ, വിഷമിപ്പിക്കുന്ന പീപ്പിളാണെങ്കിൽ എന്തു ചെയ്യും? എങ്ങനെ ഇവരുടെ കൂടി ജീവിക്കും? അതിൻ്റെ ഉത്തരം നമ്മൾ ധ്യാനമാക്കി മാറ്റേണ്ടതാണ്. നമുക്ക് ഈ വീഡിയോയിൽ വല്ലാതെ വിഷം വമിപ്പിക്കുന്ന ടോക്സിക് പീപ്പിളിനോടൊപ്പം താമസിക്കുക എന്ന ഗതികേടിലാണ് നമ്മളെങ്കിൽ എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, പൂർണ്ണമായിട്ടും സ്വീറ്റായിട്ടുള്ള ആളുകൾ ഈ ലോകത്തില്ല. നിങ്ങൾ ബെസ്റ്റായി കരുതുന്നവരിൽ പോലും വേസ്റ്റ് എലമെൻ്റ് ഉണ്ട്. സത്യമല്ലേ? നിങ്ങൾ വേസ്റ്റായിട്ട് കരുതുന്നവരിലും ബെസ്റ്റ് എലമെൻ്റ് ഉണ്ട്. സത്യമല്ലേ? അതാദ്യത്തെ ചിന്തയാക്കി മാറ്റണം. ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ ഒരു തരത്തിൽ സഹിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിത്തിരി എക്സാജറേഷൻ അല്ലേ എന്ന് രണ്ടാമതൊന്ന് ചിന്തിക്കുക. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആരെയും സഹിക്കാൻ നമുക്ക് പറ്റുമെന്നാണ് കാലം നമ്മളോട് പറഞ്ഞു തരുന്നത്. ഒന്നും കൂടി ധ്യാനിച്ച് നോക്കുക. നിങ്ങളുടെ ധാരണ ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം. രണ്ടാമതായിട്ട്, എങ്ങനെയാണ് നമ്മൾ ടോക്സിക് പീപ്പിളിനെ സഹിച്ച് അവരോടൊപ്പം ജീവിക്കുക? അതിൽ ഏതാനും ചുവടുകൾ. ഒന്നാമത്തെ ഒരു ചുവട്, നിങ്ങൾ ഈ തളർത്തുന്ന കാലം വളർത്തുന്ന കാലമായിട്ട് കാണാൻ പഠിച്ചെടുക്കുക. അതായത് തളർത്തുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഈ തളർത്തുന്നവർ ഒരു പക്ഷേ വളർത്തുന്ന ടീച്ചേഴ്സ് കൂടിയാകാം. പെട്ടെന്ന് നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ അല്പമെങ്കിലും പേഷ്യൻ്റായി മാറാറുണ്ട്, അല്പം കൂടി ആത്മാവബോധം വരാറുണ്ട്, ആത്മനിയന്ത്രണം വരാറുണ്ട്. അതൊക്കെ സൗജന്യമായി കിട്ടിയിട്ടുള്ള കുറേ പാഠങ്ങളല്ലേ? ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന ഒരാളുള്ളത് കൊണ്ട് നിങ്ങളറിയാതെ ക്ഷമിക്കാൻ പഠിച്ചു, നിങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു. നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് പുതിയ പുതിയ ദർശനങ്ങൾ കിട്ടുന്നു, വെളിപാടുകൾ കിട്ടുന്നു. ഇവിടെ ഒരാൾ വെളിച്ചപ്പാട് പോലെ ഇങ്ങനെ തുള്ളി അലർന്നു കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നേട്ടമുണ്ട്, നേട്ടമൊന്നുമില്ല എന്ന് പറയരുത്. ബുദ്ധനെ കാണാൻ വന്നൊരാൾ ബുദ്ധനെ ഇങ്ങനെ വല്ലാതെ തെറിവാക്കുകളും പൊളിവാക്കുകളും കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. ബുദ്ധൻ കൂളായിട്ടിരിക്കുകയാണ്. എല്ലാം നിർത്തിക്കഴിഞ്ഞപ്പോൾ ബുദ്ധൻ ഇയാളോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരാറുണ്ടോ? ആ, വരാറുണ്ട്. ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. അപ്പോൾ അയാൾ വിശന്ന വയറോട് ഇരിക്കണം, അതെല്ലാം കഴിക്കും. ആകെ വിശപ്പില്ലെങ്കിൽ അയാൾ ആ ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ ആ ഭക്ഷണം ആരുടേതാവും? നിങ്ങളുടേതാവും. നിങ്ങൾ പിന്നീട് ഇത് കഴിക്കും. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ തെറിവാക്കുകളും പൊളിവാക്കുകളൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. എൻ്റെ അകം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. എല്ലാം നിങ്ങളെടുത്തുകൊള്ളുക. നിങ്ങൾ നീട്ടിയത് നിങ്ങൾ തന്നെ കഴിക്കുക. ഇതൊരു ആത്മാവബോധത്തിൻ്റെ അവതരണമാണ്. ചില നേരങ്ങളിൽ വെറും സാധാരണക്കാരായ മനുഷ്യർ ഇങ്ങനെ ആത്മാവബോധത്തിൻ്റെ ഉന്നതരങ്ങളിലേക്ക് ഉയർന്നു പോകും. അവർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ വളരില്ലായിരുന്നു. അവർക്ക് പ്രശ്നം വന്നപ്പോൾ, പരുപരുത്ത യാഥാർത്ഥ്യങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ, തീക്കനലിലൂടെ നടക്കേണ്ടി വന്നപ്പോൾ അവർ അറിയാതെ സ്ട്രോങ് ആയി, അവർ അറിയാതെ വൈസറായി, സ്ട്രോങ്ങറായി, മോർ മച്യൂർഡായി. അപ്പോൾ അതിന് നന്ദി പറയണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റിലുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ പരമാവധി ചെലുത്തുക. അത് പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പറ്റും. ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ശിഷ്യം സങ്കടപ്പെട്ടു. ഈ ആശ്രമത്തിലെല്ലാം വൃത്തികെട്ട മനുഷ്യരാണ്, വിഷം കുത്തി നിറച്ചവരാണ്. അവരടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെയും കുത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ആശ്രമം വിട്ട് ഒരു കാട്ടിലേക്ക് പോവുകയാണ്, അവിടെ ജീവിക്കാൻ പോവാണ്. ഗുരു പറഞ്ഞു, നീ പോയിക്കോ, നിനക്കങ്ങനെ മനസ്സമാധാനം കിട്ടുമെങ്കിൽ നല്ല കാര്യം. പക്ഷേ അതിനു മുമ്പ് നീ ഒരു കൊച്ചു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം. ഒരു സ്പൂൺ കൊണ്ടുവരിക. അയാളൊരു സ്പൂൺ കൊണ്ടുവന്നു. ഗുരു ആ സ്പൂണിലേക്ക് എണ്ണ നിറച്ചു. ഇങ്ങനെ കവിയുന്ന മട്ടിൽ എണ്ണയുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ എണ്ണ ഒരു തുള്ളി പോലും താഴേക്ക് വീഴാത്ത വിധത്തിൽ ശ്രദ്ധിച്ച് നീ അതുമായിട്ട് നടന്ന് ഈ ആശ്രമം ചുറ്റി വരിക. ശിഷ്യൻ ആ എണ്ണയിൽ പരമാവധി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആ സ്പൂണും പിടിച്ചുകൊണ്ട് പതുക്കെ 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 നടന്നു. ശരിക്കും ധ്യാനിക്കുന്ന ഒരാളുടെ ചുവട് പോലെയാണ്. ചുറ്റി കറങ്ങി തിരിച്ചു വന്നു. ഒരു തുള്ളി പോലും താഴെ വീണില്ല. ശിഷ്യനും സന്തോഷം, ഗുരുവിനും സന്തോഷം. ഗുരു ചോദിച്ചു, നീ
നടന്നു പോകുന്ന വഴിയിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് പലരും കുറ്റം പറയുന്നുണ്ടായിരുന്നു, നിന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു, നിന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവരെ നീ കണ്ടില്ലേ? ശിഷ്യൻ പറഞ്ഞു, അയ്യോ ആരെയും കണ്ടില്ല. അന്ന് നീ കാണാതിരുന്നത്? ഞാൻ ഈ എണ്ണ വീഴാതിരിക്കാൻ വേണ്ടി പൂർണ്ണ ശ്രദ്ധയും ഇതിലേക്ക് ചെലുത്തുകയായിരുന്നു. അവർ പറയുന്നത് കേട്ടില്ല, അവർ നിൽക്കുന്നത് കണ്ടില്ല, അവരുള്ളതുപോലെ ഞാൻ അറിഞ്ഞില്ല. ഗുരു പറഞ്ഞു, ഇതാണ് സന്തോഷമാർഗം. നിൻ്റെ ചുറ്റിലും ടോക്സിക് ആയിട്ടുള്ള മനുഷ്യർ ഇഷ്ടം പോലെയുണ്ട്. അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അവരെ കേട്ടുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, നിനക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ഫോക്കസ് ഓൺ വാട്ട് യു ഡു. ഇപ്പോൾ നിങ്ങൾ എന്നോട് പെട്ടെന്ന് പറയും, നിങ്ങൾ 3 പേരോ 4 പേരുള്ളൊരു വീട്ടിൽ എങ്ങനെ ഇത് പ്രാക്ടിക്കലാവും? അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, 3 പേരോ 4 പേരുള്ളൊരു വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ തുടങ്ങും. തെറിവാക്കും പൊളിവാക്കും ഒച്ചവെക്കലൊക്കെ ചുറ്റിലുണ്ട്. അതിൽ പൂർണ്ണമായി ശ്രദ്ധിച്ച് ജീവിതം കളയണ്ട, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. 3-ാമതായിട്ട് ലവ് വാട്ട് യു ഡു. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുക. ചില ആളുകൾ ചുറ്റിലും ഭയങ്കര കുറ്റപ്പെടുന്ന ആളുകളാണെന്ന് പറഞ്ഞ് അവരുടെ ഹോബികൾ, അവരുടെ നല്ല ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ഇതെല്ലാം നിർത്തിക്കളയും. അവരുടെ ശീലങ്ങളൊക്കെ മാറ്റും. പാടിയിരുന്ന ആൾ പാട്ട് നിർത്തും, ആടിയിരുന്ന ആൾ ആട്ടം നിർത്തും. കാരണം കുറ്റപ്പെടുത്തലാണ്. ഈ കുറ്റപ്പെടുത്തൽ കേട്ട് നിങ്ങൾ എത്ര നാൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുസ്തകം അടച്ചു വെക്കും? അടച്ച് വെച്ച് ചിതലെടുക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങളുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആളാണ് ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് കരുതി നിങ്ങൾ ഇഷ്ടപ്പെട്ട സകല സാധനങ്ങൾ നിങ്ങൾ നിർത്തിക്കളഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏതോ ഒരിടത്ത് പൂട്ടി താക്കോല് വലിച്ചെറിഞ്ഞ് കളയുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് ദാറ്റ് യു ലൈക്ക്, ലവ് തിങ്സ് ദാറ്റ് യു ഡു. അങ്ങനെ ഒരു മാറ്റം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേ തീരൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾക്ക് മടുത്തിട്ടുള്ളൊരു കഥയായിരിക്കാം. യുവാവ് ഇങ്ങനെ കാറോടിച്ച് സന്തോഷത്തോടെ പോവുകയാണ് കൂട്ടുകാരനോടൊപ്പം. എതിരെ വന്ന ഒരാൾ, അയാൾ ലോസൊക്കെ ഭേദിച്ചു കൊണ്ട് വന്ന് ഇടിച്ചു. അവനാണ് റൂൾസ് തെറ്റിച്ചത്, അവനാണ് വന്ന് ഇടിച്ചത്. അവൻ തന്നെ തെറി പറയാൻ തുടങ്ങി, തെറി വാക്കും പൊളിവാക്കും. ഈ സുഹൃത്ത് എല്ലാം കേട്ടിങ്ങനെ വെറുതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പോകാൻ നേരത്ത് ഗോഡ് ബ്ലെസ് യു എന്ന വീട്ടിൽ കൈ ഉയർത്തി കടന്നു പോവുകയും ചെയ്തു. കൂട്ടുകാരന് ദേഷ്യം കയറി, നീ എന്തേ കാണിക്കുന്നത്? അവനല്ലേ റൂൾസ് തെറ്റിച്ചത്, ബാസ്റ്റാർഡ്, അവനല്ലേ നമ്മളൊന്ന് ഇടിച്ചത്, എന്നിട്ട് അവൻ തന്നെ നിന്നെ തെറി പറയുന്നു. എല്ലാം കേട്ടിട്ട് നീ ഗോഡ് ബ്ലെസ് യു എന്നിട്ട് കൈ ഉയർത്തുന്നു, എന്താ ഇത്? ഈ പയ്യൻ പറഞ്ഞു, ചില ആളുകൾ ചവറ് വണ്ടി പോലെയാണ്, അകത്ത് നിറച്ച് ചവറാണ്. ആ ചവറ് നമ്മളെന്തിനാണ് സ്വീകരിക്കുന്നത്? ചവറ് വണ്ടി ഒന്ന് ഇടിച്ചു പോവും. പക്ഷെ ചവറ് സ്വീകരിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് സമാധാനത്തോട് മുന്നോട്ട് പോകാമല്ലോ. ശരിയാണ്. ഡോഗ്സ് ആർ ബാർക്കിംഗ് ആൻഡ് ബാർക്കിംഗ്, ദ കാരവൻ ഈസ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ. അറബികൾ പറഞ്ഞു തരികയാണ്. ഇവ നല്ല ഉയരമുള്ള ഒട്ടകക്കോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പെരുവഴി ഉരത്തിരുന്ന് പട്ടികൾ കുറച്ചുകൊണ്ടിരിക്കും. പട്ടി കുറച്ചാൽ ഒട്ടകത്തിന് എന്താ പ്രശ്നം? ഒട്ടകത്തിന് നല്ല ഉയരമുണ്ടല്ലോ. ഈ ഒരു മനോഭാവം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അത്ര എളുപ്പമല്ല, മറ്റെന്താ മാർഗമുള്ളത്? അവസാനമായിട്ട് പെർഫെക്റ്റ് വാട്ട് എവർ യു ഡു. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പെർഫെക്ഷനിലേക്ക് നിങ്ങൾ വരിക. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾ എതിർക്കുന്നവർ ഒരുപാട് കൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എതിർക്കുന്നവരെ കണ്ട് മനസ്സ് മടുത്ത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇല്ലാതാക്കിയല്ല വേണ്ടത്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂട്ടുക. സോർ ഹൈ, ഡ്രീം ഹൈ, അങ്ങനെ പോവുക. അല്ലാതെ എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും പ്രതികാരം വീട്ടുക എന്ന് പറയുന്ന മണ്ടത്തരമാണ്. ഒരിക്കലും അത് പ്രാക്ടിക്കൽ വിസ്ഡം അല്ല. മറിച്ച് മധുരമായിട്ടുള്ള വെഞ്ചിയൻസൊക്കെ സാധിക്കില്ലേ, മധുരപ്രതികാരം, അതൊക്കെ സാധിക്കും. അത് പ്രതികാരം നടത്തുന്ന ഒരു മനോഭാവത്തോടെയല്ല, വളരെ കൂളായിട്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പെർഫെക്റ്റാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും നിങ്ങൾ വളർത്തുക. കാരണം എല്ലാം ശാന്തമായതിന് ശേഷം നിങ്ങൾ തെരുവിലൂടെ നടക്കാൻ പോകും എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? എപ്പോഴും ഇളം കാറ്റ് വീശണമെന്നില്ലല്ലോ. ഇടയ്ക്ക് പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റ് വീശും. എല്ലാ പൂക്കളും വിരിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഗാർഡനിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഉള്ള ഫ്ലവേഴ്സിനെയൊക്കെ ആസ്വദിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈശോ പറയുന്ന പോലെ
സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ പോലെ പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ടോക്സിക് പീപ്പിൾ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും. ഞാൻ തന്നെ ഒരു ടോക്സിക് വ്യക്തി ആയിരിക്കാം ചിലർക്കെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ടോക്സിസിറ്റി പൂർണ്ണമായിട്ട് മാറി സന്തോഷിക്കാമെന്ന് ചിന്തിക്കരുത്. ടോക്സിക് പീപ്പിൾ ആൻഡ് ടോക്സിക് റിയാലിറ്റീസ് ആർ റിയലി റിയൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ജീവിക്കാൻ പഠിച്ചെടുക്കുക. നല്ല യാത്ര നേരുന്നു.